സൈലന്റ് ആയിട്ട് ഒന്ന് കപ്പടിച്ചെന്ന് പറയത്തില്ല. ആ ഒരു ഡയലോഗ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഫ്ലോ. ഈ ഒരു മൂവിക്ക് എന്തുകൊണ്ടാണ് ഓസ്കാർ കിട്ടിയെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു പൂജ സാറിന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് സംസാരിക്കുന്ന ഒരു മൂവിയാണ്. ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ആയാലും ആ ഒരു മൂവിയുടെ മേക്കിംഗ് ആയാലും എല്ലാം അടിപൊളിയാണ്. ഈ ഒരു മൂവി ഓസ്കാർ നോമിനേഷനിൽ വന്നപ്പോൾ തന്നെ ഇതിന്റെ കൂടെ കോമ്പറ്റീഷൻ ആയിട്ട് വന്ന ഒരുപാട് മൂവീസ് ഉണ്ട്. വൈൽഡ് റോബോട്ട് അങ്ങനത്തെ വലിയ വലിയ സ്റ്റുഡിയോസിന്റെ വലിയ കിഡിലം മേക്കിംഗ് ഒക്കെ ആയിട്ട് വന്ന മൂവീസിന്റെ കൂടെ നിന്ന് ഓസ്കാർ അടിച്ച മുതലാണ്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ, അതായത് ബ്ലെൻഡർ എന്ന് പറയുന്ന 3D ആനിമേഷനും മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ബ്ലെൻഡർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എല്ലാവർക്കും അറിയാം. ആ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്തൊരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രസന്റേഷൻ തന്നെയാണ്. കാരണം മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പൂജ സാറിന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ്. തന്റെ ലോകത്ത് മനുഷ്യരാരുമില്ല, മനുഷ്യരുണ്ടായിരിക്കാം, കാരണം ഒരു കുറച്ച് സ്റ്റാച്യൂസും കുറച്ച് ഡ്രോയിങ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ മനുഷ്യരാരും ഇല്ലാത്ത ലോകത്താണ് പൂജ സാറും ബാക്കിയുള്ള ആൾക്കാരും വെറും മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അങ്ങനത്തെ ഒരു വേൾഡിൽ ഒരു ഫ്ലഡ് വരും. സോ ആ ഒരു ഫ്ലഡ് വന്നതിന് ശേഷം പുള്ളിക്കാരൻ സർവൈവ് ചെയ്യുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു സർവൈവൽ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലഡ് വന്നതിന് ശേഷം ആ ഒരു സിനിമയുടെ എൻഡ് വരെ പുള്ളിക്കാരൻ സർവൈവലും ആ ഒരു സർവൈവലിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്ന ഇവൻസും അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ആനിമൽസും പിന്നീട് അതിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ, അത് വളരെ നൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യലാണ് സിനിമ കാണുമ്പോൾ. അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരൊറ്റ ഡയലോഗ് പോലും സിനിമയിലില്ല. ഒരുപാട് സൗണ്ട്, അതായത് ആനിമൽസിൻ്റെ സൗണ്ടും മറ്റുള്ള ഫ്ലഡും കാടും അങ്ങനെ ഒരു സറൗണ്ടിങ് കാടിൻ്റെ അകത്ത് നമ്മൾ പോയി കേൾക്കുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ടല്ലോ, അത് മാത്രമാണ് സിനിമയിലുള്ളത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ പൂച്ച സാറിൻ്റെ ലൈഫും ആ ഒരു പൂച്ച സാറിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആകെ ഒരു 1.5 മണിക്കൂർ മൂവിയുടെ റൺ ടൈം ഉള്ളൂ. അതിൻ്റെ അകത്ത് വളരെ നൈസ് ആയിട്ടാണ് മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി സീക്വൻസ് അത്ര പൊളിയായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രീ ആനിമേഷൻ സോഫ്റ്റ്വെയറിൽ ചെയ്ത ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആനിമേഷനും ആ ടെക്സ്ചറിങ്ങും ക്യാരക്ടർ ഡിസൈനൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് കാണാനായിട്ട്. പക്ഷേ രസമാണ്, നല്ല രീതിക്ക് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം, ഓസ്കാർ കിട്ടിയ ഒരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ കൂടെ നോമിനേഷനായിട്ട് നിന്ന ബാക്കിയുള്ള മൂവീസിനൊക്കെ കടത്തിയിട്ടാണ് ഈ മൂവിക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയായിരിക്കും മൂവി, അല്ലെങ്കിൽ എന്ത് ലെവലായിരിക്കും മൂവി എന്നുള്ളത് ജസ്റ്റ് ചോദിച്ച് നോക്കാമെന്നേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു പൂച്ച സാറിൻ്റെ ലൈഫ്, പൂച്ച സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ, പൂച്ച സാറിന് ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ല. സോ ഒരു പൂച്ച സാറിൻ്റെ ലൈഫിൽ പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇവൻറ്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. സോ എന്തായാലും പോയി കണ്ടു നോക്കുക. ഒരു നൈസ് മൂവിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയ ഡയലോഗ്സും കാര്യങ്ങളും, ഡയലോഗ് ഒന്നുമില്ല, ഒരു ഡയലോഗ് പോലും സിനിമയിലില്ല. അതിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.